അഖണ്ഡ ജ്യോതി മാർച്ച് 1941. നിങ്ങൾ പങ്കുവച്ച ഈ സ്രോതസ്സിലേക്ക് സ്വാഗതം. ഇത് 80 വർഷം പുറകിലേക്കാണ് നമ്മൾ പോകുന്നത്, അല്ലേ? 1941 മാർച്ചിലെ അഖണ്ഡ ജ്യോതി മാസിക. അതെ, അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആത്മീയ ദാർശനിക പ്രസിദ്ധീകരണമായിരുന്നു ഇത്. അപ്പോ നമുക്കിതിലെ പ്രധാന ചിന്തകളിലൂടെയും അതിലെ കഥകളിലൂടെയുമൊക്കെ ഒന്ന് കടന്നുപോയാലോ? ഇന്നത്തെ കാലത്തും ഇതിൽ നിന്നെന്തെങ്കിലും എടുക്കാനുണ്ടോന്ന് നോക്കാം. തീർച്ചയായും. ഇതൊരു പഴയ മാസിക എന്നതിനപ്പുറം അന്നത്തെ ഒരു സാമൂഹിക ആത്മീയ അന്തരീക്ഷം ഇതിൽ കാണാൻ പറ്റും. ശരിയാണ്. വായനക്കാരെ സ്വയം കണ്ടെത്താനും അവരുടെ ഉള്ളിലെ ആ ശക്തിയെ തിരിച്ചറിയാനുമൊക്കെ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം. അതെ, ഇതിലെ ഓരോ ലേഖനവും ഓരോ കഥയും ആ കാലഘട്ടത്തിലേക്ക് തുറക്കുന്നൊരു വാതില് പോലെയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ലക്കത്തിലെ ഒരു പ്രധാന ലേഖനം, അതിന്റെ തലക്കെട്ട് തന്നെ ശ്രദ്ധേയമാണ്. അപ്നേക്കോ പഹ്ചാനോ, സ്വയം അറിയുക. ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ പറയുന്നു. ശരിയാണ്. ഈ ഉള്ളിലെ ശക്തിയെപ്പറ്റി കൂടുതലായിട്ട് എന്താണ് മാസിക പറയുന്നത്? അത് ശരിക്കും ഒരു വേദാന്ത തത്വത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സോഹം എന്ന തത്വം. സോഹം. ഞാൻ അതുതന്നെയാകുന്നു. അതായത് നമ്മൾ ഈ കാണുന്ന ശരീരം, മനസ്സ്, ഇതിനൊക്കെ അപ്പുറത്ത് ഒരു വലിയ യാഥാർത്ഥ്യത്തിന്റെ ഭാഗമാണ് നമ്മളെല്ലാവരും എന്നൊരു തിരിച്ചറിവ്. അതാണ് യഥാർത്ഥ ശക്തിയുടെ ഉറവിടമെന്നാണ് പറയുന്നത്. അതൊരു വലിയ ചിന്തയാണല്ലോ, ഞാൻ അതുതന്നെ ആകുന്നു എന്നത്. ഇതെങ്ങനെയാണ് ഒരു പ്രായോഗിക തലത്തിൽ ശക്തിയായി മാറുന്നത്? അത് മനസ്സിലാവണമെങ്കിൽ ഈ ലക്കത്തിലെ തന്നെ വേറൊരു ലേഖനം കൂടി നോക്കണം. അഭേദ്യ രക്ഷിത ദുർഗ്. ഭേദിക്കാനാവാത്ത കോട്ട. അതെ, നമ്മുടെ മനസ്സിനെ ഒരു കോട്ടയായിട്ട് സങ്കൽപ്പിക്കാൻ പറയുന്നു. ഓഹോ. പുറത്തുനിന്നുള്ള പ്രശ്നങ്ങളോ ഈ ദുഷിച്ച ചിന്തകളോ ഭയമോ ഒന്നും ഈ കോട്ടയെ ഭേദിച്ച് അകത്ത് കടക്കാൻ പാടില്ല. നമ്മളതിനെ സംരക്ഷിക്കണം. നമ്മൾ തന്നെ കാവൽ നിൽക്കണം. അതെ. എങ്ങനെ? ഈ സോഹം എന്ന ബോധത്തോടെ, ഞാൻ ഈ ചെറിയ വ്യക്തി മാത്രമല്ല, അതിനപ്പുറമുള്ള ഒരു വലിയ ശക്തിയുടെ ഭാഗമാണെന്ന ബോധത്തോടെ. അപ്പൊ പിന്നെ പുറത്തുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മളെ അത്ര പെട്ടെന്ന് തളർത്താൻ പറ്റില്ല. അപ്പോ മനസ്സിനെ കോട്ട പോലെ കാത്തുസൂക്ഷിക്കുക, അതാണ് പ്രധാനം. തീർച്ചയായും. ആ കോട്ടയുടെ കാവൽക്കാർ നമ്മൾ തന്നെ. നമ്മുടെ ഉള്ളിലെ ഈ ഇടം, അതായത് ഹൃദയം, അതൊരു ക്ഷേത്രം പോലെയാണ്. അവിടെ നല്ല ചിന്തകൾ, സ്നേഹം, ശാന്തത ഇതൊക്കെ നിറയ്ക്കണം. ഹൃദയമാകുന്ന ക്ഷേത്രം. അതെ, അത് ശുദ്ധവും സുരക്ഷിതവുമാകുമ്പോൾ ജീവിതത്തിലെ ഏതു വെല്ലുവിളിയെയും നേരിടാനുള്ള കരുത്ത് താനേ വരും. നമ്മുടെ യഥാർത്ഥ സ്വരൂപം സച്ചിദാനന്ദമാണെന്നും പറയുന്നുണ്ട്. സത്, ചിത്, ആനന്ദം. അതെ, സത്യം, ചിത്തം, ആനന്ദം. ഇതാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ സ്ഥിരമായ അവസ്ഥ. പുറമേയുള്ള സുഖദുഃഖങ്ങൾക്കപ്പുറം നമ്മുടെ എല്ലാം അടിസ്ഥാന സ്വഭാവം ആനന്ദമാണെന്ന് വലിയൊരു കാഴ്ചപ്പാടാണത്. ഈ അറിവാണ് ആ കോട്ടയുടെ അടിത്തറ. കൊള്ളാം. അപ്പോ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിഞ്ഞു. ഇനി അത് ഉപയോഗിച്ചു മുന്നോട്ടു പോകാൻ വല്ല വഴികളും പറയുന്നുണ്ടോ? വളർച്ചയുടെ ചില വഴികൾ പറയുന്നുണ്ട്. സ്വയം അറിയുക എന്നതിനപ്പുറം അത് നമ്മുടെ പ്രവൃത്തികളിൽ എങ്ങനെ വരണം, ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരണം എന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അതിലൊന്നാണ് ധർമ്മക പരിപാലൻ. ധർമ്മം അനുഷ്ഠിക്കൽ. ഇത് നമ്മൾ സാധാരണ പറയുന്ന മതപരമായ കാര്യങ്ങൾ മാത്രമല്ല. ഓരോരുത്തരും അവരവരുടെ കടമ, കർത്തവ്യം അത് സത്യസന്ധമായിട്ട്, നീതിയായിട്ട് മറ്റുള്ളവർക്കു വേണ്ടി ചെയ്യുക. ഓക്കേ. ഒരു വിദ്യാർത്ഥി നന്നായി പഠിക്കുന്നത് അയാളുടെ ധർമ്മം. ഒരു കച്ചവടക്കാരൻ സത്യസന്ധമായി കച്ചവടം ചെയ്യുന്നത് അയാളുടെ ധർമ്മം. അങ്ങനെ അവരവരുടെ കർമ്മം നന്നായി ചെയ്യുക. അതെ, അതാണ് സമൂഹത്തിനും ലോകത്തിനും ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം എന്നാണ് ഈ ലേഖനം പറയുന്നത്. ശരിയാണ്, സ്വന്തം കടമ നിർവഹിക്കുക. ഇനി ഭക്തിയുടെ കാര്യത്തിലോ? അതും ആത്മീയതയുടെ ഭാഗമാണല്ലോ. ഉണ്ട്. ഭക്തിയുടെ പ്രാധാന്യം പറയുമ്പോഴും അതിലെ ഒരു പൊള്ളത്തരം, അതിനെക്കുറിച്ചൊരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഭക്തിയോഗം എന്ന ഭാഗത്തൊരു കഥയുണ്ട്. ആഹാ. ഒരു ഗുരു ശിഷ്യനോട് ഒരു ഓട്ടപാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറയുന്നു. ശിഷ്യൻ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. വെള്ളം ഓട്ടയിലൂടെ പോകുന്നു. അതുപോലെ മനസ്സിൽ വിശ്വാസമില്ലാതെ സംശയത്തോടെ ചെയ്യുന്ന ഭക്തി, പ്രാർത്ഥന, അതൊക്കെ ഈ ഓട്ടപാത്രത്തിൽ വെള്ളം കോരുന്ന പോലെ വെറുതെയാണ് എന്ന് ഗുരു പറയുന്നു. വിശ്വാസം വേണം, ആഴത്തിലുള്ള വിശ്വാസം. വളരെ ലളിതമായ ഉദാഹരണം, പക്ഷേ കാര്യം വ്യക്തമാണ്. ഇത് കൂടാതെ ലക്ഷ്യങ്ങൾ നേടുന്നതിനെക്കുറിച്ച്, ഇച്ഛാശക്തിയെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. ഇച്ഛ ഓർ സഫലത ഉണ്ട്.
ഇച്ഛാശക്തിയെ ഒരു വലിയ ഊർജമായിട്ടാണ് കാണുന്നത്. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചാൽ, അതിനുവേണ്ടി ശ്രമിച്ചാൽ എത്ര വലിയ തടസ്സങ്ങളെയും മാറ്റാൻ പറ്റും. ഒരു ഡ്രൈവ് അല്ലേ? അതെ, ആ ഇച്ഛാശക്തിയെ ഇങ്ങനെ കത്തിച്ചു നിർത്തണമെന്നാണ് പറയുന്നത്. ഇതിനെ ദുഃഖസേ സുഖ് കി ഉത്പത്തി എന്ന ആശയവുമായി ബന്ധിപ്പിക്കാം. ദുഃഖത്തിൽ നിന്ന് സുഖത്തിന്റെ ഉത്ഭവം അതെങ്ങനെ? ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ അതൊന്നും നമ്മളെ തളർത്താനുള്ളതല്ല, മറിച്ച് നമ്മളെ കൂടുതൽ ശക്തരാക്കാൻ, കൂടുതൽ വിവേകമുള്ളവരാക്കാനുള്ള അവസരങ്ങളാണ് എന്നാണ് ഈ ലേഖനം പറയുന്നത്. ദുഃഖത്തെയും ഒരു വളർച്ചയുടെ പടിയായി കാണുന്നു. അത് കൊള്ളാം. അവിടെയാണ് വൈരാഗ്യം എന്ന വാക്കിന് പ്രാധാന്യം വരുന്നത്. വൈരാഗ്യം എന്ന് വെച്ചാൽ എല്ലാം വെറുത്ത് ഓടുക എന്നല്ല. ലോകത്തിലെ കാര്യങ്ങളോടെ, സുഖദുഃഖങ്ങളോടൊരു അമിതമായ വൈകാരിക അടുപ്പമില്ലാതെ ഒരു സമചിത്തതയോടെ അതിനെയൊക്കെ കാണാനുള്ള കഴിവ്. ഡിറ്റാച്ച്മെന്റ് പോലെ. ഒരു തരത്തിലതെ. ഈ വൈരാഗ്യവും ദൈവത്തിലുള്ള വിശ്വാസവും ഉണ്ടെങ്കിൽ വലിയ ദുഃഖം വരുമ്പോഴും മനസ്സിന്റെ ശാന്തി പോകാതെ നോക്കാൻ പറ്റും. ദുഃഖം പോലും ചിലപ്പോൾ നമ്മളെ കൂടുതൽ ആഴത്തിലുള്ള അറിവിലേക്ക് കൊണ്ടുപോകും. ശരിയാണ്. ഇതിന്റെയൊക്കെ മറുപുറമാണ് ആത്മവിശ്വാസ് കാ അഭാവ്, അതായത് ആത്മവിശ്വാസക്കുറവ്. സ്വന്തം കഴിവിൽ വിശ്വാസമില്ലെങ്കിൽ എങ്ങനെ പരാജയപ്പെടുമെന്ന് പറയുന്നു. ഞങ്ങൾ ആദ്യം പറഞ്ഞ ആ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ സ്വയം അറിയുക, ധർമ്മം ചെയ്യുക, വിശ്വാസത്തോടെ ഭക്തി, പിന്നെ ഇച്ഛാശക്തി, ആത്മവിശ്വാസം, ദുഃഖങ്ങളെയും വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് വ്യക്തിഗത വളർച്ചയ്ക്കുള്ള വഴികൾ. ശരി, ഇനി വ്യക്തിയിൽ നിന്ന് കുറച്ചുകൂടി പുറത്തേക്ക് വന്നാൽ ആരോഗ്യം, സമൂഹം, ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയുന്നത്? തീർച്ചയായും വ്യക്തിയുടെ ഉള്ളിലെയും പുറത്തെയും ആരോഗ്യം ഒരുപോലെ പ്രധാനമാണെന്ന് മാസിക പറയുന്നുണ്ട്. ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഭജൻ സേ രോഗമുക്തി എന്നൊരു ലേഖനമുണ്ട്. ഭജനയിലൂടെ രോഗമുക്തിയോ? അതൊരു അനുഭവക്കുറിപ്പാണ്. ക്ഷയരോഗം ബാധിച്ച ഒരാൾ ഭക്തിയിലൂടെ, നാമം ജപിക്കുന്നതിലൂടെ രോഗം മാറിയ കഥയാണ്. ഇത് വെറും അന്ധവിശ്വാസം എന്നതിലുപരി മനസ്സിനും വിശ്വാസത്തിനും ശരീരത്തെ സ്വാധീനിക്കാൻ പറ്റുമെന്ന അന്നത്തെ ഒരു കാഴ്ചപ്പാടാണ് കാണിക്കുന്നത്. നമ്മളൊന്ന് പറയുന്ന മൈൻഡ് ബോഡി കണക്ഷന്റെ ഒരു പഴയ രൂപം അല്ലേ? ഒരു തരത്തിൽ അങ്ങനെ പറയാം. മനസ്സിന്റെ ശക്തി അവർ തിരിച്ചറിഞ്ഞിരുന്നു. അതുപോലെ സ്വരയോഗസേ രോഗനിവാരണം. സ്വരയോഗം അതെന്താണ്? നമ്മുടെ ശ്വാസമില്ലേ, അത് ഇടത്തെ മൂക്കിലൂടെയാണോ വലത്തെ മൂക്കിലൂടെയാണോ കൂടുതലായി പോകുന്നത് എന്നതിനനുസരിച്ച് ശരീരത്തിലെ ഊർജത്തിലും ആരോഗ്യത്തിലും മാറ്റങ്ങൾ വരുമെന്നും ഇത് ശ്രദ്ധിച്ച് രോഗശാന്തി നേടാമെന്നുമാണ് പറയുന്നത്. ചില കാര്യങ്ങൾ ചെയ്യാൻ ഏത് സ്വരമാണ് നല്ലതെന്നും പറയുന്നുണ്ട്. ഓഹോ, രസകരമായിരിക്കുന്നു. സൂര്യചികിത്സയെക്കുറിച്ചും ചില സൂചനകൾ കണ്ടു, കത്തുകളിലും പരസ്യങ്ങളിലും മറ്റും. ഉണ്ട്. സൂര്യചികിത്സ അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു. സൂര്യപ്രകാശത്തിലെ പല നിറങ്ങൾ ഉപയോഗിച്ച് രോഗം മാറ്റാം എന്നതായിരുന്നു ആശയം. ഇതൊക്കെ കാണിക്കുന്നത് അന്നത്തെ ആളുകൾ ശാരീരിക ആരോഗ്യത്തിന് മരുന്നുകൾക്കൊപ്പം ഇത്തരം ബദൽ വഴികളും നോക്കിയിരുന്നു എന്നാണ്. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്. ശരി, ശാരീരിക ആരോഗ്യത്തിനപ്പുറം സാമൂഹികമായ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ, അവിടെയാണ് മഹാത്മാഗാന്ധിയുടെ സ്വദേശി വ്രത് എന്ന ലേഖനം വരുന്നത്. ഒരു ആത്മീയ മാസികയില് ഗാന്ധിജിയുടെ ലേഖനം. അത് ശ്രദ്ധേയമാണ്. അതെന്താണ് അതിൽ പ്രധാനം? വെറും വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്നതാണോ? അതിനപ്പുറം ഒരു ധാർമ്മിക, ആത്മീയ കടമയായിട്ടാണ് ഗാന്ധിജി സ്വദേശിയെ കാണുന്നത്. സ്വന്തം നാട്ടിൽ തൊട്ടടുത്തുണ്ടാക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക എന്നത് ഒരു സാമ്പത്തിക കാര്യം മാത്രമല്ല. പിന്നെയോ? അത് തന്റെ അടുത്തുള്ള സഹോദരങ്ങളോടുള്ളൊരു സ്നേഹമാണ്, കടമയാണ്. സ്വന്തം ചുറ്റുമുള്ളവരുടെ കാര്യം നോക്കാതെ ദൂരെയുള്ള ആദർശം പറയുന്നതിൽ അർത്ഥമില്ല എന്ന് ഗാന്ധിജി പറയുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ധർമ്മത്തിന്റെ ഒരു സാമൂഹിക രൂപം കൂടിയാണ്. വളരെ പ്രസക്തമായ ചിന്ത. ഇതിനോട് ചേർത്തുവെക്കാവുന്ന ഒന്നാണ് ആവശ്യക്താവും കി പൂർത്തി, ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനെക്കുറിച്ചുള്ള ലേഖനം. ശരിയാണ്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് അറ്റമില്ല, പക്ഷെ ആവശ്യങ്ങൾ കുറച്ചേ ഉള്ളൂ. ഈ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുമ്പോഴാണ് സമാധാനം പോകുന്നത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ലളിതമായി ജീവിക്കുന്നതിലാണ് സന്തോഷം എന്നാണ് പറയുന്നത്. ഒരുപാട് ഭൗതികതയുടെ പിന്നാലെ പോകുന്നത് നമ്മളെ ആത്മീയ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറ്റുമെന്നും സൂചിപ്പിക്കുന്നു. ലളിത ജീവിതം ഗാന്ധിയൻ ചിന്തയോട് ചേർന്നു പോകുന്നുണ്ട്. അതെ. ഇനി സാമൂഹികമായ മറ്റൊരു വിഷയം, അബ്രാമൻ ക പ്രസാർക്യോ, ബ്രാഹ്മണത്വത്തെക്കുറിച്ചുള്ള ചർച്ച.
ഇത് ജാതിയുമായി ബന്ധപ്പെട്ടതാണോ? ഒരു തരത്തിൽ അതെ. പക്ഷേ ഇത് ജാതിവ്യവസ്ഥയെ വിമർശിക്കുകയാണ്. യഥാർത്ഥ ബ്രാഹ്മണ്യം എന്നത് ജന്മം കൊണ്ടല്ല, മറിച്ച് ഒരാളുടെ ഗുണങ്ങൾ, സ്വഭാവം, അറിവ്, കർമ്മം, സേവനം ഇതൊക്കെ കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് ശക്തമായി പറയുന്നു. ഗുണത്തിനാണ് പ്രാധാന്യം, ജന്മത്തിനല്ല. അതെ. സമൂഹത്തിൽ ഈ നല്ല ഗുണങ്ങൾ കുറഞ്ഞു വരികയാണെന്നും ഈ ഗുണങ്ങൾ ആർക്കും വളർത്തിയെടുക്കാമെന്നും പറയുന്നു. ഒരാളെ ബഹുമാനിക്കേണ്ടത് ജാതി നോക്കിയല്ല, അയാളുടെ ധാർമ്മിക ജീവിതവും സേവനവും നോക്കിയാണ്. ഇത് അന്നത്തെ സാമൂഹിക പരിഷ്കരണ ചിന്തകളെയാണ് കാണിക്കുന്നത്. അപ്പോ ആ കാലഘട്ടത്തിലെ സാമൂഹിക ചിന്തകളും വിശ്വാസങ്ങളുമൊക്കെ ഈ ലേഖനങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇതുപോലെ കഥകളുമുണ്ടല്ലോ, അവയിലും ഇതുപോലെ വല്ലതും? തീർച്ചയായും. കഥകളിലൂടെ കാര്യങ്ങൾ പറയുന്നത് നമുക്കൊരു ശീലമാണല്ലോ. ഉദാഹരണത്തിന് ശുഗനെ യോഗ്യസ്ഥാൻ എന്നൊരു കഥ. കേൾക്കാൻ രസമുണ്ട്. ഒരു സന്യാസി ഒരു വലിയ കൊട്ടാരം കാണുന്നു. കൂടെയുള്ളവർ അതിന്റെ ഭംഗിയൊക്കെ പറയുമ്പോൾ സന്യാസി പറയുന്നത് ഇതൊരു ശ്മശാനത്തിനു പറ്റിയ സ്ഥലമാണ് എന്ന്. അതെന്താ അങ്ങനെ? എത്ര വലിയ കൊട്ടാരമായാലും എത്ര പണമുണ്ടെങ്കിലും അവസാനം എല്ലാവർക്കും പോകാനുള്ള ഒരിടമാണല്ലോ ശ്മശാനം. അപ്പോ ഈ കാണുന്ന ഭൗതിക നേട്ടങ്ങൾക്കൊന്നും സ്ഥിരതയില്ല, എല്ലാം നശ്വരമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ. ശരിയാണ്, ചിന്തിപ്പിക്കുന്നൊരു കഥ. മരണാനന്തര ജീവിതം, ആത്മാക്കൾ, ഇതിനെക്കുറിച്ചും ഒരു ലേഖനം കണ്ടു. പരലോകഗത് ആത്മായെ. അത് അന്നത്തെ സ്പിരിച്വലിസത്തോടുള്ള ഒരു താൽപ്പര്യം കാണിക്കുന്നു. മരിച്ചാൽ എന്ത് സംഭവിക്കും, മരിച്ചുപോയവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചിന്തകൾ അന്ന് സജീവമായിരുന്നു. അത്തരം വിശ്വാസങ്ങളെക്കുറിച്ചും ഒരു അനുഭവത്തെക്കുറിച്ചുമൊക്കെയാണ് ആ ലേഖനം. അന്നത്തെ ആളുകളുടെ ഒരു ജിജ്ഞാസ അത് കാണിക്കുന്നുണ്ട്. അതെ. മാതാ കി മമത, അമ്മയുടെ സ്നേഹം, അതൊരു വൈകാരികമായ കഥയാണെന്ന് തോന്നുന്നു. വളരെ ഹൃദയസ്പർശിയാണ്. ഒരു കുരങ്ങൻ അതിന്റെ കുഞ്ഞിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ കാണിക്കുന്ന സ്നേഹവും വാത്സല്യവുമാണ് പറയുന്നത്. ഒരു പ്രതിസന്ധി വരുമ്പോഴും അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന് കാണിക്കുന്നു. വ്യാപാരി ഒരു സന്യാസിയെ കണ്ടുമുട്ടിയ ശേഷം നല്ല മനുഷ്യനായി മാറുന്നതാണ് പറയുന്നത്. നല്ല ആളുകളുമായുള്ള സഹവാസം, നല്ല ഉപദേശങ്ങൾ, ഇതൊക്കെ ഒരാളുടെ ജീവിതം മാറ്റാൻ സഹായിക്കും എന്ന് പറയുന്നു. ഈ കഥകളെല്ലാം വെറുതെ ഒരു രസമല്ല, ഓരോന്നിനും ഓരോ പാഠമുണ്ട്. അപ്പോ ഈ 1941 മാർച്ചിലെ അഖണ്ഡ ജ്യോതി നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്തുക, ധാർമ്മികമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുക, ആരോഗ്യം നോക്കുക, സമൂഹത്തോട് കടമ ചെയ്യുക, ലളിതമായ കഥകളിലൂടെ വലിയ കാര്യങ്ങൾ പറയുക, ഇങ്ങനെ പല തലങ്ങളിലും വായനക്കാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിയാണ്. ആത്മീയതയും പ്രായോഗിക ജീവിതവും തമ്മിലൊരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഇത്രയും പഴയൊരു സ്രോതസ്സിൽ നിന്ന് ഇന്നത്തെ കാലത്ത് നമുക്ക് എന്താണ് പ്രധാനമായി എടുക്കാൻ പറ്റുന്നത്? നിങ്ങൾക്കെന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുറമേയുള്ള ലോകം എത്ര മാറിയാലും, ടെക്നോളജി, ജീവിത രീതിയൊക്കെ മാറിയാലും, മനുഷ്യന്റെ ഉള്ളിലെ അന്വേഷണങ്ങൾ ഒരുപോലെ തുടരുന്നു എന്നതാണ്. സന്തോഷം, സമാധാനം, ജീവിതത്തിന്റെ അർത്ഥം, ഇതൊക്കെ. അതെ. ഈ ചോദ്യങ്ങളൊക്കെ 1941 ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ഈ മാസിക പറയുന്ന പരിഹാരങ്ങൾ, ഉള്ളിലേക്ക് നോക്കുക, സ്വയം അറിയുക, ധർമ്മത്തോട് ജീവിക്കുക, വിശ്വാസം, ഇച്ഛാശക്തി, സേവനം, ഇതൊന്നും പഴയതാകുന്നില്ല. ഇവയൊക്കെ എപ്പോഴും പ്രസക്തമായ മൂല്യങ്ങളാണ്. പിന്നെ ഒരു കാര്യം കൂടി ചിന്തിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ ആ കോട്ട, ക്ഷേത്രമെന്നൊക്കെ, ഇന്നത്തെ നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തിൽ നമ്മൾ കൂടുതലും പുറത്തേക്കല്ലേ ശ്രദ്ധിക്കുന്നത്? ശരിയാണ്. അപ്പോ നിങ്ങളുടെ ഉള്ളിലെ ആ കോട്ട അല്ലെങ്കിൽ ക്ഷേത്രം അതെത്രത്തോളം സുരക്ഷിതമാണ്? അതിനെ പരിപാലിക്കാൻ, സംരക്ഷിക്കാൻ നമ്മൾ എന്തെങ്കിലും ബോധപൂർവം ചെയ്യുന്നുണ്ടോ? ഒരുപക്ഷേ ഈ പഴയ താളുകൾ നമുക്ക് തരുന്ന പുതിയൊരു വെളിച്ചം ഇതായിരിക്കാം, നമ്മുടെ ഉള്ളിലെ ലോകത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം. അതൊരു നല്ല ചിന്തയാണ്. ഈയൊരു തിരിച്ചറിവ് അത് നമ്മുടെ ദിവസേനയുള്ള തീരുമാനങ്ങളെയും പ്രവൃത്തികളെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന് ആലോചിക്കുന്നത് ഒരു നല്ല തുടക്കമായിരിക്കും, അല്ലേ?